ബ്ലൗസ് എങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കാം. 1 മീറ്ററിൽ ബ്ലൗസിന് പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടായിട്ട് മടക്കുക. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം 4 ആക്കി എടുക്കുക. ഞാനൊരളവ് എഴുതി വെച്ചിട്ടുണ്ട്. അളവിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ആദ്യം ഇറക്കം മാർക്ക് ചെയ്യുക. 15 ഇഞ്ചിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽക്ക് 1.5 ഇഞ്ച് കൂട്ടിയെടുത്ത് 36 ഇഞ്ചാണ് മാർവീതി എടുത്തിട്ടുള്ളത്. 36ന് നമ്മൾ പകുതി 18, 18ൻ്റെ പകുതി 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കുക. നമ്മൾ ഷേപ്പിൻ്റെയും വയറിൻ്റെയൊക്കെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സൈഡ് കൂട്ടുന്ന ടൈമിലാണ് നമ്മൾ അതിൻ്റെ അളവ് എടുക്കുക. ഇപ്പോൾ ഒരേ അളവിൽ മാർക്ക് ചെയ്തെടുക്കുക. കഴുത്തിൻ്റെ അളവെടുക്കുക. 5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. 2.25 വീതി, കഴുത്തിൻ്റെ വീതി മാർക്ക് ചെയ്തു. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വീതി കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുക. കഴുത്തിൻ്റെ ഇറക്കം അതുപോലെ കൂട്ടലും കുറയ്ക്കലും ചെയ്യുക. 3 ഇഞ്ചിൽ ഷോൾഡറിന് മാർക്ക് ചെയ്തു. അതിൽ 3/4 ഇഞ്ച് ഷോൾഡർ കൂട്ടിയെടുക്കുക. ഇനി നമ്മൾ ഷോൾഡർ കൈക്കുഴീൻ്റെ താഴേക്ക് ഷോൾഡറിൻ്റെ അവിടുന്ന് ടേപ്പ് പിടിച്ചിട്ട് കൈക്കുഴിക്ക് മാർക്ക് ചെയ്യുക. 5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. ഷോൾഡർ സ്റ്റിച്ചിങ് തുമ്പ് 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. 11.5 ഇഞ്ചിൽ കട്ടിങ്ങിന് മാർക്ക് ചെയ്തു. നടുഭാഗം വരുന്ന 12 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. കട്ടിങ് ഒന്ന് വളച്ച് കൊടുക്കുക. എട്ടര ഇഞ്ചിൽ കട്ടിങ്ങിൻ്റെ ടെക്ക്, കൈക്കുഴീൻ്റെ അവിടെ ടെക്ക് 6 ഇഞ്ചിൽ, 3.5 ഇഞ്ചിൽ കട്ടിങ്ങിൻ്റെ നടുഭാഗം. കട്ടിങ്ങിൻ്റെ ഭാഗം നമ്മൾ ടെക്ക് ഇടുമ്പോൾ 1.5 ഇഞ്ചിൽ കുറച്ച് വീതിയിലിട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ. ഇനി നമുക്ക് ബാക്ക് കഴുത്തിന് മാർക്ക് ചെയ്യുക. 8 ഇഞ്ചിൽ ബാക്ക് കഴുത്തിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. കട്ട് ചെയ്യാം. അരഞ്ച് വീതിയിൽ ആ ടെക്ക് പിടിച്ചു കൊടുക്കുക. കട്ടിങ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ബാക്ക് ഭാഗം കട്ട് ചെയ്യാൻ പാടില്ല.
കഴുത്തിന് ബാക്കിൽ മാർക്ക് ചെയ്ത് ഒന്നും കൂടി മാർക്ക് ചെയ്തെടുക്കുക. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഷോൾഡർ കുറച്ചെടുക്കാം, കഴുത്തിറക്കം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക്